ലോകകാര്യങ്ങളിൽ നിന്ന് ബാക്കിയുള്ള രാജ്യങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ ലോകകാര്യങ്ങളിൽ അല്ലെങ്കിൽ വേൾഡ് അഫയേഴ്സിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും മാറി നിൽക്കുക എന്നുള്ളതല്ല നോൺ അലൈൻ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്താണ്, റാദർ ഇറ്റ് ഈസ് ടു ഫേസ് മെനി ഇഷ്യൂസ് വി കൺഫ്രണ്ട്. നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും സജീവമായിട്ട് ഇടപെടാനായിട്ടാണ് നോൺ അലൈൻ മൂവ്മെന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ജവഹർലാൽ നെഹ്റുവിന്റെ കോട്ടാണ് കേട്ടോ, ഇൻഡിക്കേറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ മൂവ്മെന്റ്. അപ്പൊ ഇതാണ് നോൺ അലൈൻ മൂവ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്. ലോകത്ത് മുഴുവൻ പീസ് കൊണ്ടുവരിക. യുദ്ധത്തിനെതിരെയാണ് അവര് അമേരിക്കയുടെ കൂടെയോ റഷ്യയുടെ കൂടെയോ ചേർന്നില്ല. അവരാകെ ഇപ്പൊ കുറേയധികം ആൾക്കാരായി. ഓക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ നോൺ അലൈൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരുപാട് ബുക്സ് ഒക്കെ ഉണ്ട്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയും. അപ്പോൾ ആ ബുക്കിനകത്തൊക്കെ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴെങ്കിലും അങ്ങോട്ടൊക്കെ പോവാണ്, വലിയ വലിയ ക്ലാസ്സിലോട്ടൊക്കെ പോവാണ്, സമയമൊക്കെ ഉള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. കുറച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം ഇത്രയും നോൺ അലൈൻ മൂവ്മെന്റ് പഠിപ്പിച്ചതിൽ സംശയം എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? പുതിയതായിട്ട് ഇപ്പം വന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ? ഓക്കേടാ, ഓക്കെ സാനി. ഇപ്പൊ ജോയിൻ അഭിനന്ദ് PV, അച്ചു നമ്മി ഉണ്ടായിരുന്നില്ല, ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അച്ചു പോയെന്ന് തോന്നുന്നു. ഇപ്പം വീണ്ടും ജോയിൻ ചെയ്തു. മൃദുൽ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്തവരോട് പറയാണ്, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന നോൺ അലൈൻ മൂവ്മെന്റ് ആണ്. നോൺ അലൈൻ മൂവ്മെന്റ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ പുതിയൊരു ടോപ്പിക്കാണ് വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട്. പേജ് നമ്പർ 45 ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെസ്റ്റ് ഏഷ്യ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ഒരു കോഡ്സ് തന്നിട്ടുണ്ട്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഓപ്പൺ സ്കൂളിന്റെ യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട്. യൂട്യൂബിലുണ്ട്. കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച് നിങ്ങൾ ആരും അത് കേൾക്കാറില്ല, പക്ഷെ ഞാൻ എന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുത്തിരുന്ന് കേൾക്കാറുണ്ട്. അപ്പൊ എന്റെ അമ്മയൊക്കെ എന്നെ കളിയാക്കുന്നത്, നീ എന്തിനാണ് നിന്റെ ക്ലാസ് ഇരുന്ന് കേൾക്കുന്നത്? എന്നിട്ട് ചില ക്ലാസ് ഒക്കെ ആയിട്ട് ഞാൻ തന്നെ കുത്തിരുന്ന് ചിരിക്കാറുണ്ട്. ലിങ്ക് ഇവർ തരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ നവീൻ ചേട്ടനായിരുന്നു ഹോസ്റ്റ് ചെയ്തത്, ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് തരുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഓക്കെ. അപ്പോൾ വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ സെക്ഷനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെറിയ കോട്ട്സ് ആണ്. ടുഡേ ഐ കെയിം ബിയറിംഗ് ആൻ ഒലീവ് ബ്രാഞ്ച് ഇൻ വൺ ഹാൻഡ് ആൻഡ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ് ഗൺ ഇൻ അനദർ. ഡോണ്ട് ലെറ്റ് ദ ഒലീവ് ഫോൾ ഫ്രം മൈ ഹാൻഡ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇതാണ്, ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലീവില എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, ഒലീവ് ഓയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒലീവിലയും മറുകൈയിൽ വിമോചനിലെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവില എന്റെ കൈകളിൽ നിന്ന് നഷ്ടമാവാതിരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കൈ തോക്കും മറ്റേ കൈ ഒലീവില എന്ന് പറഞ്ഞ സമാധാനം. അപ്പോൾ ഇത് രണ്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരിക്കലും സമാധാനം എന്റെ ഒലീവില എന്ന് ഉദ്ദേശിക്കുന്ന ഒരിക്കലും സമാധാനം എന്റെ കയ്യിൽ നിന്ന് നഷ്ടമാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു ചെറിയ കോഡ്സ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, this is an extract from the speech delivered by the chairman of Palestine Liberation Organization. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ചെയർമാൻ ആയിട്ടുള്ള യാസിർ അറഫാത്ത് ഇൻ ദ UN അസംബ്ലി 1974. അത് യാസിർ അറഫാത്ത് എന്ന് പറയുന്ന ആള് 1974 UN അസംബ്ലിയിൽ പ്രസംഗിച്ച ആ ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം മാത്രമാണ്, 2 ലൈൻസ് ആണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പൊ എന്താണ് പലസ്തീനിലെ കാര്യം, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒന്നുമില്ല, അദ്ദേഹം പറഞ്ഞതാണ്, എന്റെ കയ്യില് സമാധാനത്തിന്റെ ഒലീവിലയുണ്ട്, മറ്റേ കയ്യില് തോക്കുമുണ്ട്, പക്ഷെ ഒരിക്കലും ആ സമാധാനം എന്റെ കയ്യിൽ നിന്ന് നഷ്ടമാവാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം എന്തൊക്കെയോ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇത് പറയുന്ന ആള് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പലസ്തീൻ സ്വാതന്ത്ര്യ സംഘടനയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ പേര് യാസിർ അറഫാത്ത്. അദ്ദേഹത്തിന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം 1974 UN അസംബ്ലിയിൽ പ്രസംഗിച്ച ആ ഒരു ചെറിയ സ്പീച്ചിന്റെ 2 ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. Until the First World War, the territory including Palestine was part of Turkish Empire. അപ്പൊ ഇവിടെ മുതലാണ് നമ്മൾ എന്താണ് ഇനി നടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ വരെ പലസ്തീൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ ഭൂരിഭാഗം ടെറിറ്ററിയും അല്ലെങ്കിൽ ആ ഭൂരിഭാഗം പ്രദേശങ്ങളും തുർക്കി ഭരണം അല്ലെങ്കിൽ തുർക്കിഷ് എംപയറിന്റെ കീഴിലായിരുന്നു.
ഏറ്റവും കൂടുതൽ പലസ്തീൻ്റെ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളെല്ലാം തുർക്കിഷ് എംപയറിന്റെ കയ്യിലായിരുന്നു ഇതുവരെ ഫസ്റ്റ് വേൾഡ് വാർ വരെ. ആസ് തുർക്കി വാസ് ഡിഫീറ്റഡ് ഇൻ ദ വാർ, അപ്പം നമ്മൾ പറഞ്ഞതാണ് തുർക്കി ആ യുദ്ധത്തിൽ ഡിഫീറ്റഡ് ആയി പോയി. എന്നിട്ട് ആ പലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം ആരെടുത്തു? ബ്രിട്ടൻ എടുത്തു. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ വരെ പലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം തുർക്കിഷ് എംപയറിന്റെ ഭാഗമായിരുന്നു. പക്ഷേ തുർക്കി ഫസ്റ്റ് വേൾഡ് വാറിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പലസ്തീൻ ആരുടെ നിയന്ത്രണത്തിൽ വന്നു? ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ വന്നു. സിൻസ് ദ ജ്യൂസ് ഹെൽപ് ബ്രിട്ടൻ ഇൻ ദ വാർ, then the British Foreign Secretary Arthur Balfour declared the establishment of a Jewish nation in the West Asia as a reward. അപ്പോൾ ഈ ബ്രിട്ടനെ ഫസ്റ്റ് വേൾഡ് വാറിൽ കുറേ അധികം ജൂതന്മാർ സഹായിച്ചിരുന്നു. അപ്പൊ അവർക്കുള്ളൊരു പ്രതിഫലമായിട്ട് ഈ ബ്രിട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രാഷ്ട്രങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ കോളനികളാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോയി അവർ കോളനികളാക്കുകയും ചെയ്യും. അപ്പോൾ കുറേ അധികം ജ്യൂസ് ബ്രിട്ടനെ ആ സമയത്ത് സഹായിച്ചിരുന്നു. എന്തിനു വേണ്ടി? ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൽ ജയിക്കാൻ വേണ്ടി. അപ്പോൾ സിൻസ് ദ ജ്യൂസ് ഹെൽപ് ദ ബ്രിട്ടൻ ഇൻ ദ വാർ, ദ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി, ആ സമയത്ത് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ, അദ്ദേഹം പറഞ്ഞു ജ്യൂസിന് അവരുടേതായിട്ടുള്ള ഒരു നേഷൻ രൂപീകരിക്കണം. ജ്യൂസിന് സ്വന്തമായിട്ടൊരു നേഷൻ ഇല്ല. അപ്പം he declared that the establishment of a Jewish nation in West Asia as a reward. അപ്പം വെസ്റ്റ് ഏഷ്യയില് അല്ലെങ്കിൽ പശ്ചിമ ഏഷ്യയില് ജ്യൂസിന് മാത്രമായിട്ട് ഒരു നേഷൻ അല്ലെങ്കിൽ ഒരു ജൂയിഷ് നേഷൻ സ്ഥാപിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പം അതായത് പലസ്തീനൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലം അത് വിട്ടുകൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. കാരണം ഇപ്പൊ പലസ്തീൻ ആരുടെ അണ്ടറിലാണ്? ബ്രിട്ടന്റെ അണ്ടറിലാണ്. അപ്പം ബ്രിട്ടനെ ജ്യൂസ് ഒരുപാട് സഹായിച്ചതാണ് ഫസ്റ്റ് വേൾഡ് വാറിൽ. അതിന് പകരമായിട്ട് ആ സമയത്ത് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ പറഞ്ഞു ജൂയിഷ് നേഷൻ സ്ഥാപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ച് വെസ്റ്റ് ഏഷ്യയിലെ കുറച്ച് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാം എന്ന് പറയുന്നു. ആ ഒരു ഡിക്ലറേഷനെയാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിടുക. ഇറ്റ് ഈസ് നോൺ ആസ് ബാൽഫർ ഡിക്ലറേഷൻ. ഇനി അടുത്ത പാരഗ്രാഫാണ്. Zionism is an international movement with an objective of the establishment of a homeland for the Jews. അപ്പം സിയോണിസം എന്ന് പറയുന്നത് അതെന്താണ് സിയോണിസം എന്നൊക്കെയുള്ളത് അടുത്ത ആ പേജിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, അതിനകത്ത് തന്നിട്ടുണ്ട്. സിയോണിസം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള നടന്ന ഒരു മൂവ്മെന്റ് ആണ്. അതായത് ജ്യൂസിന് അവരുടേതായിട്ടുള്ള ഒരു ഒരു ഹോംലാൻഡ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രം വേണം, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഹോം വേണം. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? നമ്മളെ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചതാണ്. ഹിറ്റ്ലർ ജ്യൂസിനെ ഒരുപാട് കൊന്നൊടുക്കി. ആ യുദ്ധത്തിന്റെ കാരണക്കാരെല്ലാം ജ്യൂസാന്ന് പറഞ്ഞ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ജ്യൂസിനെ ഒരുപാട് ഉപദ്രവിച്ചു. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളുടെ കാര്യം നമ്മളെന്ന് പറഞ്ഞു. ആൻ ഫ്രാങ്ക് അവരിലൊക്കെ ജൂയിഷ് ആൾക്കാർ, ജൂയിഷ് ഗേൾ ആണ് ആൻ ഫ്രാങ്ക്. അവരെ എങ്ങനെയാണ് ആൻ ഫ്രാങ്ക് മരിച്ചത്, അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് മരിച്ചത്, നമ്മൾ ഇഷ്ടം പോലെ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ടേം നമ്മൾ പഠിച്ചു. അപ്പം ജ്യൂസിനോട് ഒരുപാട് ക്രൂരതകൾ ആ സമയത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു നാടില്ല, കുറെ അധികം ആൾക്കാർ നാട് കടത്തി വിട്ടു. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം രൂപീകരിക്കണം. We have already discussed the assault and cruelty of Hitler towards the Jews. This intensified the demand for a separate Jewish nation. അപ്പൊ ഇതുകൊണ്ടാണ് അവർക്ക് സ്വന്തമായ ഒരു സ്റ്റേറ്റ് വേണം. കാരണം ഹിറ്റ്ലർ അവരെ ഒരുപാട് ദ്രോഹിച്ച് കുറേയധികം ആൾക്കാരെ കൊന്നു കളഞ്ഞു ജ്യൂസിനെ. അപ്പൊ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്കും സ്വന്തമായ ഒരു സ്റ്റേറ്റ് വേണം, ഒരു ജൂയിഷ് സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞു. In 1948, the nation Israel was formed. അങ്ങനെ ജ്യൂസിനായിട്ടുണ്ടാക്കിയ ദ ലാൻഡ് ഓഫ് ഇസ്രയേൽ, ലാൻഡ് ഓഫ് ജ്യൂസ് എന്ന് പറയാം, അതാണ് ഇസ്രയേൽ. ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതന്മാരുടെ നാടാണ്. അങ്ങനെ 1948 ദ നേഷൻ ഇസ്രയേൽ വാസ് ഫോം. അങ്ങനെ ഇസ്രയേൽ ഫോം ചെയ്യുകയാണ്. ജ്യൂസിന് വേണ്ടി മാത്രമായിട്ട് ഇസ്രയേൽ ഫോം ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ പറയും ഇങ്ങനെ ബാൽഫർ ഡിക്ലറേഷൻ വഴി പലസ്തീൻ കൊടുക്കാം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയുടെ ഭാഗം കൊടുക്കാം എന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം വരും. പക്ഷേ ശരിക്കും ജ്യൂസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ലാൻഡ് ആണ്, അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ജ്യൂസിന് വേണ്ടി മാത്രമാണ് ഫോം ചെയ്തത് in 1948. Consequently, many wars broke out between Israel and Arab nations. അപ്പം പുതിയൊരു ജൂയിഷ് നേഷൻ വന്നു. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബൈബിളൊക്കെ വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊന്നും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. കുറേയധികം കുട്ടികൾക്ക് ജ്യൂസിനെ പറ്റി നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് പറയുന്നവരും ഒരുപാട് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് സിനിമകളുണ്ട്. ജ്യൂസിനെയൊക്കെ പ്രതിപാദിക്കുന്ന ഒരുപാട്, അവരുടെ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടെന്ന് തോന്നുന്നു. അത് പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, അതിന്റെ തീമേ ഇതല്ല. നിങ്ങൾ കണ്ടു കാണും എസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു എസ്ട്ര. അയ്യോ, രാത്രിയിലൊക്കെ നന്നായിട്ടിരുന്ന് കാണാം. ഒരു നല്ല ഹൊറർ മൂവിയാണ്. ഞാനത് കണ്ട് ഇരുന്ന് ഞെട്ടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് പക്ഷെ ഞങ്ങൾ രാത്രിയാണ് കണ്ടത്.
അത് ജ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഹ് ശരിക്കും നമ്മൾ പേടിക്കും. ഞാനാണെങ്കിൽ എന്നാണ് ഒരു വർഷത്തിന് മുമ്പെങ്ങാണ്ടാണ് എനിക്ക് ആ സമയത്ത് വാലന്റൈൻസ് ഡേയുടെ സമയത്തെങ്ങാണ്ടാണ് ഇറങ്ങിയത്. അതിന്റെയൊക്കെ കുറെ ട്രോളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പേടിക്കും. ഞാൻ ശരിക്കും ഇരുന്ന് പേടിച്ചു. ഞാൻ ഇരുന്ന് ഞെട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഞാൻ പേടിച്ചിട്ട് എനിക്കന്ന് ഉറക്കമില്ലായിരുന്നു. എനിക്ക് ഒന്നാമത് പ്രേത സിനിമ കാണുന്നത് തന്നെ പേടിയാണ്. എനിക്ക് നല്ല പേടി. ഓഹ് എന്റെ ദൈവമേ, എന്നെ അങ്ങ് പൊക്കാണ്. ഞാൻ അത്ര പഞ്ചപാവം അല്ലടേ. എന്നാലും വേണ്ടിയില്ല, പറഞ്ഞതല്ലേ. എനിക്ക് പേടിയാണ് പ്രേത സിനിമ കാണുന്നതൊക്കെ. കാരണം എനിക്ക് കൊച്ചുനാൾ മുതലേ അത് ഭയങ്കര പേടി. അതുപോലെ ആരെങ്കിലുമൊക്കെ കത്തി കൊണ്ടൊക്കെ കുത്തില്ലേ, എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ആ സീനാകുമ്പോൾ ഞാൻ ഇപ്പോഴും മുഖം മാറ്റും. വേണ്ട വേണ്ട. എന്നിട്ട് ഞാൻ ഇരുന്ന് കാണുന്ന സിനിമയിലൊക്കെ പറഞ്ഞ ഇങ്ങനെ മിലിറ്ററി മൂവീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം ഇതാ, ആർക്കെങ്കിലും ഒരു വെടി കൊള്ളുവാണെങ്കിലോ അല്ലെങ്കിൽ കത്തി വെച്ചൊരു കുത്ത് കിട്ടുവാണെങ്കിലും ഞാൻ അപ്പം മുഖം മാറ്റുമായിരുന്നു. എനിക്ക് കാണാൻ വയ്യ, മാറ് മാറ് മാറ്. എന്നിട്ട് ഞാൻ അനിയത്തിയുടെ അടുത്ത് ചോദിക്കും, കഴിഞ്ഞോ ആ സെക്ഷൻ കഴിഞ്ഞോ, എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനത്തെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് ചെയ്യാനാ. അല്ല, ഞാൻ എന്റെ ഡിഫക്റ്റ് എപ്പോഴും അംഗീകരിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അല്ല, അല്ലെങ്കിൽ എനിക്കൊന്നും പേടിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഞാൻ ഈ ലോകത്ത് ഒരു സ്പിരിറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ടീച്ചർ അഹിംസയുടെ ആളാണ്. പിന്നെ എന്ന് പോയേ എന്ന് വെച്ചാ ഒരാൾ ചെവിക്കലിനടിക്കും മറ്റു ചെവിയുടെ കാണിച്ചു കൊടുക്കുന്നത്. ഒന്ന് പോ മോളെ. ആള് കൊള്ളാം. കൊച്ചു കള്ളി. കുറച്ചു ദിവസത്തെ ക്ലാസ്സിൽ ഇല്ലാത്തതിന്റെ ആ ഒരു ഇത് മാറിക്കിട്ടി. ഓക്കെ, നമ്മള് കാര്യം പറഞ്ഞു പറഞ്ഞ് എസ്ട്രയുടെ പുറകെ അങ്ങ് പോയി. ഓ ശരി. അപ്പോ ഇൻ 1945, സോറി കണ്ടോ, എസ്ട്രയുടെ കാര്യം പറഞ്ഞ എനിക്ക് ഡേറ്റ് പോലും തെറ്റിപ്പോയി. ഇൻ 1948 nation Israel was formed. Consequently many wars broke out. അപ്പോൾ ഇസ്രയേലും അറബ് നേഷൻസ്, ഇഷ്ടംപോലെ അറബ് നേഷൻസ് ഉണ്ട്. അപ്പോ അവര് തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി. ഇസ്രയേൽ എന്ന് പറയുന്ന ജ്യൂസിന് വേണ്ടി മാത്രമുള്ള ഒരു രാഷ്ട്രമായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഇസ്രയേലും മറ്റുള്ള അറബ് നേഷൻസും തമ്മിൽ നല്ല യുദ്ധങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി. ഇസ്രയേൽ സീസ് പലസ്തീൻ, എക്സ്പെല്ലിംഗ് ദ പലസ്തീനിയൻസ് ഫ്രം ദെയർ ഹോംലാൻഡ്. ഇസ്രയേൽ കാണിച്ച ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലിലുള്ളത് ജ്യൂസ് ആണല്ലോ, അത് മറന്നു പോരുത്. അപ്പൊ ഇസ്രയേൽ പലസ്തീൻ പിടിച്ചെടുത്തു. ഇഷ്ടം പോലെ പലസ്തീനിൽ തന്നെ ഒരുപാട് പലസ്തീനിയൻസ് ഉണ്ട്, അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ സ്വന്തം രാഷ്ട്രം നഷ്ടമായി. അപ്പൊ അവർക്ക് അവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. ഇപ്പൊ ഈ ജ്യൂസ് പറയുന്ന പോലെ അവിടെ നടക്കുള്ളൂ. ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ ആൾക്കാർ പറയുന്ന പോലെ അവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇസ്രയേലിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ജ്യൂസ് ആണല്ലോ. അപ്പൊ ജ്യൂസ് പലസ്തീൻ പിടിച്ചെടുത്തു. പലസ്തീനിയൻസിന് അവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. ദ പലസ്തീനിയൻ റെഫ്യൂജീസ് മൈഗ്രേറ്റഡ് ടു വേരിയസ് അറബ് നേഷൻസ്. അപ്പോൾ പലസ്തീനിയൻ റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഹോംലാൻഡ് പോയി, അവരുടെ നാട് പോയി. അപ്പൊ അവർക്ക് പലസ്തീനിയൻ അഭയാർത്ഥികൾ എന്ന് പറയും. അപ്പൊ അവർ മറ്റു പല അറബ് നേഷൻസിലോട്ട് പോകാനായിട്ട് തുടങ്ങി. ഈ റെഫ്യൂജിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ കാര്യം, നമ്മൾ ഇവരുടെ കാര്യങ്ങൾ പറയത്തില്ലേ, രോഹിംഗ്യകള്. ഈ നിങ്ങൾ 2 വർഷമൊക്കെ ആയി, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. അഭയാർത്ഥികള് ബംഗാളിലും വായിച്ചിട്ടുണ്ടോ കുറച്ചുപേര് ഇന്ത്യയിലേക്കൊക്കെ വന്നത്. അപ്പൊ ഈ റെഫ്യൂജി എന്ന് പറഞ്ഞ ടീം അഭയാർത്ഥികൾ എന്നാണ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതൊക്കെ ആരാണ്? കൊച്ചു പൊന്നു മോളെ, പത്രം വായിക്കാറില്ലല്ലേ? പത്രമൊക്കെ വായിക്കണം കേട്ടോ ഈ സമയത്ത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും 10ാം ക്ലാസ് ആണ്, എനിക്ക് ഇഷ്ടം പോലെ പഠിക്കാറുണ്ട് അന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കാറില്ല. അപ്പൊ അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും ചരമക്കോളങ്ങൾ എടുത്ത് വെച്ച് വായിക്കണം. അതാണ്, ചരമക്കോളങ്ങൾ എടുത്ത് വെച്ച് വായിക്കണം. അങ്ങനെ വരെ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സിനിമയുടെ സെക്ഷൻ, ഇതൊക്കെ തെരഞ്ഞു പിടിച്ച് വായിക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. അപ്പോഴാണ് അത് വായിക്കാറുണ്ട്, എനിക്കറിയാലോ. അപ്പോൾ ഈ റെഫ്യൂജീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട് കേട്ടോ, ഡയസ്പോറ എന്ന് പറയും. അതും ഞാൻ പറഞ്ഞില്ലേ, ഡിഗ്രിക്കോ PGക്കോ ഒക്കെ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് പഠിക്കാം, റിസർച്ച് ഒക്കെ ചെയ്യാം. ഡയസ്പോറ എന്ന് പറയുന്നത് ഈ റെഫ്യൂജീസ് എന്തെങ്കിലും കാരണങ്ങളായിട്ട് സ്വന്തം നാട് വിട്ട് മറ്റിടത്തേക്ക് പോകുന്ന ആൾക്കാരുടെ കൃതികളും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്ന ഒരു പ്രത്യേക സെക്ഷനാണ് ഡയസ്പോറിക് സ്റ്റഡീസ് എന്ന് പറയും. ചരമക്കോളം എനിക്ക് വയ്യ. ഈ ചരമക്കോളത്തിലൊക്കെ കാണുന്ന ആൾക്കാർ രാത്രി വന്ന് പേടിപ്പിച്ചിട്ട് പോയായിരുന്നെങ്കിൽ ദൈവമേ ഇതിങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ദ പലസ്തീനിയൻ റെഫ്യൂജീസ് മൈഗ്രേറ്റഡ് ടു വേരിയസ് അറബ് കൺട്രീസ്. അങ്ങനെ സ്വന്തം നാട് നഷ്ടപ്പെട്ട പലസ്തീനിലെ ആൾക്കാര് കുറെ അധികം അറബ് രാഷ്ട്രങ്ങളിലേക്ക് പോയി. ഞാൻ വെറുതെ പറഞ്ഞാണ്. നിങ്ങൾക്ക് പേടിയില്ലെന്നല്ലേ പറഞ്ഞു? നിങ്ങൾക്ക് ആർക്കും പ്രേതത്തെ ഒന്നും പേടിയില്ല, പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയില്ല, എനിക്ക് പേടിയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ചിന്തിക്കുന്നതിന് തെറ്റില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്.
പേടിയുണ്ടല്ലേ? അതാണ് മക്കളെ, പേടിക്കേണ്ട കാര്യത്തിൽ നമ്മൾ പേടിക്കണം. നമുക്കറിയില്ല, ഉണ്ടാവാം, ഇല്ലായിരിക്കാം. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പം എന്തായാലും പേടി കാണാനുണ്ട്. പിന്നെ സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് ഈ ബ്ലഡ് ഷെഡ്. കാരണം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും കാണുന്നത് ഇഷ്ടം. കാണുന്ന ഒരു രസമാണ്, പിന്നെ ഭയങ്കര രസമാണ് എന്റെ പൊന്നോ. അതെ, ഇവിടെ പോസിറ്റീവ് വൈബ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ പോസിറ്റീവായിട്ട് കൂടുതൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രേതം, നെഗറ്റീവ്. ഓക്കെ, അപ്പം ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് പേജ് നമ്പർ 46 ആണ്. കാണുമ്പോൾ പേടി, ഉറങ്ങുമ്പോൾ പേടിയാണ് പാവം. In this context, with an objective of establishing a nation for Palestinians, a movement called Palestinian Liberation Organization was founded with Yasser Arafat as the president. അപ്പോൾ നമ്മൾ പറഞ്ഞു പലസ്തീനിയൻസിന് അവരുടെ ഹോം നഷ്ടപ്പെട്ടു, അവരിപ്പോൾ പല പല അറബ് നേഷൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് രാഷ്ട്രം വേണം. കാരണം ഇപ്പോൾ അവരുടെ രാഷ്ട്രം പലസ്തീൻ ഇപ്പോൾ ആര് പിടിച്ചടക്കി? ഇസ്രയേൽ കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഈ പലസ്തീനിയൻസിന് ഒരു രാഷ്ട്രം വേണം. അപ്പം വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ നേഷൻ ഫോർ പലസ്തീനിയൻസ്, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി. ആ സമയത്ത് ഞങ്ങൾക്കും ഒരു രാഷ്ട്രം വേണം എന്ന് പറഞ്ഞിട്ട് പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അത് ഉണ്ടാക്കിയത് യാസിർ അറഫത്ത് ആണ്. അദ്ദേഹമായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ ഇതിന്റെ ചർച്ച അടക്കാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേ. അതിന്റെ പുറകെ അങ്ങ് പോയി എല്ലാരും. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ, നിങ്ങൾ കാര്യം പറഞ്ഞങ്ങ് പോയില്ലേ? നിങ്ങൾ ബാക്കി ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഭയങ്കര ചാറ്റ് ബോക്സിലും നിങ്ങൾ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഇരിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തരുന്നൊക്കെ പറയുന്നു. എന്ത് ചെയ്യാൻ? എനിക്കിങ്ങനെ പേടിപ്പിച്ചിരിക്കാറൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം പറയാൻ നല്ല രസമാണ്, എനിക്കറിയാം. കാരണം എനിക്കിങ്ങനെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, നിങ്ങളൊക്കെ ഒന്നും പറയണ്ട, അങ്ങനെ പറഞ്ഞ് പഠിക്കാൻ ഒന്നാമത് എനിക്ക് ടീച്ചർ മുത്തല്ലോ, എനിക്ക് എന്നെ ഇന്നങ്ങ് സുഖിപ്പിക്കുന്നുണ്ടല്ലോ ദൈവമേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അങ്ങനെ യാസിർ അറഫത്ത് പ്രസിഡന്റ് ആയിട്ട് വന്നു. പലസ്തീനിയൻസിന് സ്വന്തമായിട്ടൊരു ഹോംലാൻഡ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. ആഫ്റ്റർ എ സീരീസ് ഓഫ് ബ്ലഡ് ഷെഡ്സ് ആൻഡ് മസാക്കേഴ്സ്, ഇസ്രായേൽ എഗ്രീഡ് ഇൻ പ്രിൻസിപ്പിൾ ടു റെക്കഗ്നൈസ് പലസ്തീൻ ആസ് എ ഫ്രീ നേഷൻ. അപ്പോൾ അങ്ങനെ കുറേയധികം യുദ്ധങ്ങളും കുറേയധികം ആൾക്കാരെ കൊന്നു. അങ്ങനെ കുറേയധികം നെഗറ്റീവ് കാര്യങ്ങൾക്ക് ശേഷം, ഈ ബ്ലഡ് ഷെഡും മസാക്കർ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇസ്രായേൽ അവസാനം സമ്മതിച്ചു പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാം എന്ന് സമ്മതിച്ചു. This agreement mediated by US is called Oslo Pact. ഈ കാര്യങ്ങൾ ഈ ഇടയ്ക്കല്ല, ഒരു മാസത്തിന് മുമ്പ് ഇഷ്ടം പോലെ ഇസ്രയേലിന്റെയും US-ന്റെയും പലസ്തീന്റെയും ഒക്കെ കാര്യം പത്രത്തിൽ നന്നായിട്ട് ഹിന്ദു വായിക്കുന്നവർക്കറിയാം. ഹിന്ദു ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല, പക്ഷെ അതിന് മിസ്സിനെ കണ്ട ആരിലും എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്ക് വയ്യ. ഇവിടെ വേറെ എന്തൊക്കെയോ ചർച്ചകളാണ് നടക്കുന്നത്. അയ്യോ, ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു ഇസ്രായേൽ അവസാനം സമ്മതിച്ചു പലസ്തീനെ ഒരു ഫ്രീ നേഷനായിട്ട് മാറ്റാം എന്ന് സമ്മതിച്ചു. അങ്ങനെ US-ന്റെ മധ്യസ്ഥതയില് ഓസ്ലോ പാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓസ്ലോ കരാർ കൊണ്ടുവന്നു. അതെന്താണെന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് പഠിക്കാൻ കാണും. പക്ഷെ നിങ്ങളിപ്പം തൽക്കാലം ഈ ടീം മാത്രം പഠിച്ചാൽ മതി. ടീച്ചറിന് നെഗറ്റീവ് ഇഷ്ടമല്ലോ, പിന്നെന്താ ഹിസ്റ്ററി വോറൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? അത് ഞാനല്ലോ ഈ ഹിസ്റ്ററി ഒക്കെ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ആൾക്കാർ, ഞാൻ പറഞ്ഞത് ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളതാണ് പറഞ്ഞത്. പറഞ്ഞ ഹിസ്റ്ററി നമ്മൾ പഠിച്ചല്ലേ ഒക്കെ ഉള്ളൂ. ഹിസ്റ്ററി എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. ഞാൻ ഇവൻ ദോ MA ഇംഗ്ലീഷ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് ഹിസ്റ്ററിയാണ് ഇഷ്ടം. ഹിസ്റ്ററി പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഹിസ്റ്ററി മാത്രമല്ല, എനിക്ക് എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ഇഷ്ടമാണ്. എല്ലാത്തിടത്തുനിന്നും അറിവ് കിട്ടുന്ന ഒരു അറിവിന് വേണ്ടി ദാഹിക്കുന്ന ആൾ. മാറി എനിക്ക് എല്ലായിടത്തുനിന്നും അത്യാവശ്യം എല്ലാ സെക്ഷനിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമാണ്. എല്ലാവരോടും ഈ ഓപ്പൺ സ്കൂളിൽ ഒരുവിധം ടീച്ചേഴ്സിനോടൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കി എല്ലാ സെക്ഷനിലും കുറച്ച് അറിവുകൾ സമ്പാദിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ നടക്കാറില്ല, ഫെയിൽ ആവാറുണ്ട്. എന്നാലും അത്യാവശ്യം അറിവൊക്കെ, പ്രത്യേകിച്ച് ആർട്സ് വിഷയങ്ങളൊക്കെ പഠിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. സയൻസ് വലിയ കുഴപ്പമില്ല. ഫിസിക്സ് ഒക്കെ ഞാൻ എൻ്റെ ഡിഗ്രി സമയത്ത് ഞാൻ ഫിസിക്സ് ആയിരുന്നു എൻ്റെ ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഫിസിക്സ് ആയിരുന്നു എടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ അത്യാവശ്യം എല്ലാം കുറച്ച് പഠിക്കാൻ ഇഷ്ടമാണ്. ഒന്നും ഓവറായിട്ട് പഠിക്കുന്ന ഇഷ്ടമില്ല. എല്ലാത്തിടത്തുനിന്നും കുറച്ച് അറിവ് സമ്പാദിച്ചൊന്ന് പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. പിന്നെ ടീച്ചിങ് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ
ഞാൻ പറഞ്ഞില്ല, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ടീച്ചിങ്ങിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളതും ഞാനാണ്. എൻ്റെ വീട്ടുകാരെന്ന് ചോദിക്കുക എന്തൊരു കൊച്ചാണോ ഇത്. വിക്കിപീഡിയ. അതെ അതെ അതെ, അത് നല്ല കുട്ടികളെ കാണാത്തോണ്ടാണ്. ഞാനൊക്കെ എന്താ, എനിക്കൊന്നും ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു സ്വാർത്ഥത കൊണ്ട് മാത്രമാണ്. കാരണം ഇതൊക്കെ എനിക്ക് പഠിക്കാമല്ലോ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ടച്ച് വിട്ടുപോയി. എൻ്റെ അടുത്ത് ആദ്യം ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വയ്യ, കാരണം എനിക്ക് ഇംഗ്ലീഷിനേക്കാളും ഇഷ്ടം വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിപ്പിക്കാൻ, കാരണം അതാകുമ്പോൾ ഞാൻ പഠിക്കുമല്ലോ. അതുകൊണ്ടാണ് ഹിസ്റ്ററി എടുത്ത് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓസ്ലോ പാക്ട് വന്നു 1993. ബട്ട് ദ പ്രൊവിഷൻസ് ഇൻ ദ പാക്ട്, അപ്പോൾ ഇതുവരെ, അതായത് പലസ്തീനെ ഒരു ഫ്രീ രാഷ്ട്രമായിട്ട് അംഗീകരിക്കാമെന്ന് ഇസ്രായേൽ പറഞ്ഞെങ്കിൽ പോലും, ഓസ്ലോ പാക്ട് ഒക്കെ ഒപ്പുവെച്ചെങ്കിൽ പോലും ഇതുവരെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പത്രങ്ങൾ, ഹിന്ദു പത്രത്തിനകത്ത് എഡിറ്റോറിയൽ പേജിനകത്ത് നിറച്ച് ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇഷ്ടം പോലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചെറുതായിട്ട് നോക്കിയാൽ മതി. സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. പിന്നെ ഓയിൽ ആസ് എ പൊളിറ്റിക്കൽ വെപ്പൺ, സിയോണിസം, ഞാനിത് പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വായിച്ചു നോക്കിയാൽ മതി. അതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് വരത്തില്ല. ഒപ്പക്കിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ആ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഈ ഒരു ഇപ്പം പഠിപ്പിച്ച സെക്ഷൻ മനസ്സിലായോ? ഇതിനിടയ്ക്ക് നിങ്ങൾ കാര്യം പറയാൻ പോയി, പക്ഷെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പഠിപ്പിച്ചു. വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ സെക്ഷൻ, എങ്ങനെയാണ് പലസ്തീനിയൻസിന് അവരുടെ ഹോം നഷ്ടമായത്. ഇസ്രായേലും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പലർക്കും ടച്ച് വിട്ട് പോയി കാണും, കാരണം ചാറ്റ് ബോക്സിൽ കിടന്ന് കമന്റ് ചെയ്യില്ലായിരുന്നു. എസ്രയുടെ പുറകെ പോയതാ, പിന്നെ ആ വഴിക്ക് അങ്ങ് പോയി എല്ലാവരും കൂടെ. അടുത്ത സിനിമയൊക്കെ കണ്ടിട്ട് ലുലുമാളിലൊക്കെ കയറി കപ്പലിലേക്ക് കഴിച്ചിട്ട് പതുക്കെ ഇങ്ങ് വരികയാണ് ഇപ്പൊ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഓസ്ലോ പാക്ട് വരെയാണ്. കാരണം എങ്ങനെയെങ്കിലും പലസ്തീനിയൻസിന് സ്വന്തമായിട്ട് രാഷ്ട്രം വേണമെന്ന് നമുക്ക് തോന്നി. അങ്ങനെ പലസ്തീനി ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു യാസിർ അരഫത്ത്. പക്ഷെ ഒരുപാടധികം ബ്ലഡ് ഷെഡ്സിനും മസാക്കാസിനും, അല്ലെങ്കിൽ ഒരുപാടധികം എന്താ പറയുന്നത്, നെഗറ്റീവ് രക്തച്ചൊരിച്ചിലുകൾ എന്നൊക്കെ പറയും. അതിനൊക്കെ ശേഷം ഇസ്രയേൽ സമ്മതിച്ചു പലസ്തീൻ ഒരു ഫ്രീ നേഷനായിട്ട് പ്രഖ്യാപിക്കുമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവർ ഓസ്ലോ പാക്ട് ഒപ്പുവെച്ചു. ആരുടെ നേതൃത്വത്തിൽ? അമേരിക്കയാണ് അതിന് മീഡിയേറ്റർ ആയിട്ട് നിന്നിരുന്നത്. പക്ഷെ ഇതുവരെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അടുത്ത സെക്ഷനാണ് പേജ് നമ്പർ 46 താഴെ, ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ പഴയ പേരാണ്. അപ്പോൾ അതിന്റെ തകർച്ചയാണ് നമ്മൾ പഠിക്കുന്നത്. The disintegration of Soviet Union is one of the significant events in the last decade of 20th century. 20ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും അവസാനത്തിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ്, ഒരു സംഭവമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ് ഹെഡ് ചെയ്യുന്നത്? സോഷ്യലിസ്റ്റ് ആൾക്കാരുടെയാണ് സോവിയറ്റ് യൂണിയൻ. അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. ഇവരെയാണ് ബൈപോളാർ നേഷൻസ് എന്ന് പറയുന്നത്, നമ്മളെല്ലാം പഠിച്ചതാണ്. അപ്പൊ അത്രയും ശക്തമായി നിൽക്കുന്ന സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് തകർന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് സി വാട്ട് ലെഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. കുറേയധികം പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖേൽ ഗോർബച്ചേവ്. എനിക്ക് ഈ പേര് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും 10ാം ക്ലാസ് പഠിച്ചപ്പോൾ ഈ പേര് കേട്ട് ഹായ് അടിപൊളി പേരെന്ന്. അന്ന് ഈ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയല്ലോ, കൊള്ളാം അടിപൊളി പേരാണ് എന്നൊക്കെ പറയില്ലേ. എനിക്ക് ഈ പേര് ഭയങ്കര ഇഷ്ടമാണ്, മിഖായിൽ ഗോർബച്ചേവ്. അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, അദ്ദേഹത്തിന്റെ കുറേയധികം ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നായിരുന്നു ആ റഷ്യയില്. ആ 2 ഭരണപരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോഗിയക്. കണ്ട, ഇതാണ് പ്രശ്നം. ഞാൻ വലിയ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു തരും, എനിക്കൊന്നും ആ എസ്രയുടെ എഫക്ട് എനിക്ക് ഇതുവരെ വിട്ടുമാറിയില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതുണ്ടാവും. നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞു പോയാലേ പ്രശ്നമാണ്. ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. ഇപ്പോൾ 2 അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ആൻഡ് ഭരണപരിഷ്കാരങ്ങളാണ് മിഖായിൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന. ആ 2 ഭരണപരിഷ്കാരങ്ങളുടെ പേരാണ് ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. അതെന്താണെന്ന് വിശദമായിട്ട് അടുത്ത പേജില് ബോക്സിനകത്ത് നൽകുന്നുണ്ട്. പക്ഷെ ഞാൻ വെറുതെ പറയുന്ന കേട്ടോ, എസ്രയുടെ ഇതാണ്. ആ സിനിമയുടെ കാര്യം പറഞ്ഞ് ആ വഴിക്കങ്ങ് പോയി എല്ലാവരും. ഞാൻ പറയരുതെന്ന് വിചാരിക്കും. എനിക്കിങ്ങനെ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കും. നമ്മുടെ ജീവിതത്തിൽ രണ്ടും വരും, അത് വേറൊരു സത്യം. പോസിറ്റീവും നെഗറ്റീവും വരും. പക്ഷേ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. കൂടുതലും പോസിറ്റീവ് വരുമെന്ന്. ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് തന്നെ. കൊറോണ വന്നു, എന്തെല്ലാം പ്ലാനിങ് ആയിരുന്നു 2020 ഒന്നും നടന്നില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു 2021 നടക്കുമെന്ന്. പക്ഷെ അപ്പൊ എന്റെ അനിയത്തി പറഞ്ഞു, നീ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും അടുത്തത് വരാൻ പോകുന്നത്. സാരമില്ല, ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്.
ഓപ്പൺ സ്കൂൾ എനിക്കിട്ട് നന്നായിട്ട് വെക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ചെറുതായിട്ടൊക്കെ എന്നെ കുത്തുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് പറയുന്ന കേട്ടോ. അല്ല നമ്മൾ നെഗറ്റീവ് അടിച്ചിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ജീവിതം മൊത്തത്തിൽ നെഗറ്റീവായി പോയി. കുറച്ച് രണ്ടും വേണം, എന്നാലും പോസിറ്റീവായിട്ട് കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും അടിപൊളിയായിട്ടൊക്കെ തോന്നും. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും. വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, കാര്യങ്ങളൊക്കെ പഠിക്കുക. എനിക്കാണ് നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതേ ഉള്ളൂ. ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്റെ പൊന്നോ, രാവിലെ തുടങ്ങുന്ന വൈകുന്നേരമാണ് കഴിയുന്നത്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയാണ്, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണ്. ക്യാമ്പസിൽ പോയായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നന്മയുള്ളല്ലോ. അതെ. അപ്പോ ഫസ്റ്റ് ഡിസൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, തകർച്ചയ്ക്ക് കാരണമായ ഒരു കാര്യം മിഖെയിൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റീവ് മെഷറാണ്. ഒരുപാടധികം ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതൊക്കെ സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് കാരണമായി. രണ്ടാമത്തത് ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി പുള്ളിക്കാരൻ. അത് രാജ്യത്തിന് ആ ഒരു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായി. കാരണം സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. കാരണം തൊഴിലാളികൾക്ക് കുറച്ചും കൂടി പ്രാധാന്യമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു സോഷ്യലിസത്തിൽ ചെറിയ ഡീവിയേഷൻ വരുമ്പോഴേ അവിടെ കറപ്ഷനും കാര്യങ്ങളൊക്കെ പോയി. നമ്മൾ അടുത്ത പേജ് പഠിക്കുന്നുണ്ട്. പേജ് നമ്പർ 47 അടുത്ത പോയിന്റ് ആണ് കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദ ബ്യൂറോക്രസി. സോഷ്യലിസത്തിൽ നിന്ന് പോകുമ്പോൾ തന്നെ അവിടെ ചെറുതായിട്ട് കറപ്ഷനും കാര്യങ്ങളൊക്കെ വരും, ഇൻഎഫിഷ്യൻസി വരും. അവിടുത്തെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൽ ഇൻഎഫിഷ്യൻസി വരും. അടുത്ത പോയിന്റ് ആണ് ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ. എക്കണോമിക് സെക്ടറിൽ ഒരുപാട് ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റിയില്ല. അപ്പോൾ അതൊക്കെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 4 പോയിന്റ്സ് ആണ് സോവിയറ്റ് യൂണിയൻ തകരാറായിട്ട് കാരണമായി. പിന്നെ ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയിക്ക ഇതിന്റെ കാര്യങ്ങൾ ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കാം. കാരണം ഞാൻ നേരത്തെ ഈ ബോക്സ് എല്ലാം പറഞ്ഞിട്ടായിരുന്നു പോകുന്നത്. അങ്ങനെ ഒത്തിരി സമയം എന്റെ പൊക്കോണ്ടിരുന്നു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. With the resignation of Gorbachev as president in 1991, Soviet Union formally ceased to exist. അപ്പോൾ 1991 ഗോർബച്ചേവ് ആയിരുന്നല്ലോ നമ്മൾ പറഞ്ഞത്, സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന ഗോർബച്ചേവ് റിസൈൻ ചെയ്തു. അതോടുകൂടി സോവിയറ്റ് യൂണിയൻ ശരിക്കും തകർന്നതായിട്ട് തന്നെ പറയാം. അപ്പൊ ആരുമില്ല, ഒത്തിരി പ്രശ്നങ്ങൾ, കറപ്ഷൻ, ഇൻഎഫിഷ്യൻസി, അതുപോലെ എക്കണോമിക് സെക്ടറിൽ കാര്യമായിട്ട് പുരോഗതി വരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ട സമയത്താണ് 1991 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം കളഞ്ഞിട്ട് പോകുന്നത്. നാച്ചുറലി ദിസ് എൻഡഡ് കോൾഡ് വാർ. അതോടുകൂടി കോൾഡ് വാർ അവസാനിച്ചു. കാരണം സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. ഇനി എന്തിനാണ് കോൾഡ് വാറിന്റെ ആവശ്യം, അതായത് ശീത യുദ്ധത്തിന്റെ ആവശ്യം? അമേരിക്കയും റഷ്യയും തമ്മിലായിരുന്നല്ലോ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തമ്മിലായിരുന്നല്ലോ ഈ കോൾഡ് വാർ. ഒരു രാഷ്ട്രം ഇല്ലാതായി. ഇനി അവിടെ മത്സരത്തിന്റെ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ കാര്യം ഇല്ലല്ലോ. The disintegration of the Soviet Union had a wider impact on the international relations. അപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി അത് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. കാരണം ഒരു രാഷ്ട്രം തകർന്നുപോയി, അതുകൊണ്ട് തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഇന്റർനാഷണൽ റിലേഷനെ എല്ലാം ബാധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ബൈപോളാർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, ബൈപോളാർ എന്ന് പറഞ്ഞ ഇരുധ്രുവ ലോകമായിരുന്നു. അത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടിയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം സോവിയറ്റ് യൂണിയൻ തകർന്നു. അപ്പൊ ഇനി ഇവിടെ ആരുണ്ട്? അമേരിക്ക മാത്രമേ ഉള്ളൂ. എ യൂണിപോളാർ വേൾഡ് ഹാസ് എമേർജ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് USA ഇൻ ദ പ്ലേസ് ഓഫ് ബൈപോളാർ വൺ. അങ്ങനെ ബൈപോളാറിന് പകരമായിട്ട്, ഇരുധ്രുവ ലോകത്തിന് പകരമായിട്ട് ഏകധ്രുവ ലോകം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക മുന്നോട്ട് വരികയാണ് ചെയ്തത്. കാരണം ഇപ്പൊ ഇനി അമേരിക്കയ്ക്ക് USA അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് മത്സരിക്കേണ്ട കാരണം ഇല്ല. കാരണം സോവിയറ്റ് യൂണിയൻ തകർന്നു. അപ്പോൾ ഇനി ആരാണ് ലീഡറായിട്ട് നിൽക്കുന്നത്? നമ്പർ 1 അമേരിക്കയാണ് ലീഡറായിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ പറഞ്ഞതിൽ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല ടീച്ചർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? അച്ചുവിന് മനസ്സിലാവുന്നുണ്ടോ? ബിബിൻ കയറിയായിരുന്നു ഇന്ന്. ഈ മിഖായിൽ ഗോർബച്ചേവ് മിഖായിൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യക്കാരൻ. റഷ്യയുടെ പഴയ പേരാണ് സോവിയറ്റ് യൂണിയൻ. മനസ്സിലായോ? ഇതിൽ സംശയമുണ്ടോ? ബിബിൻ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റ് ആയിട്ടാണ് തോന്നുന്നു കയറുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതായിരിക്കും ബിബിന് ചില പോയിന്റ്സ് കിട്ടാതായി പോകുന്നത്. ശരിക്കും റഷ്യയുടെ പഴയ പേരാണ് സോവിയറ്റ് യൂണിയൻ. നിങ്ങൾ USSR എന്നുള്ളൊരു ടൈം കേട്ട് കാണും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേജ് നമ്പർ 43 എടുക്കാവോ നിങ്ങൾ എല്ലാവരും?
അവിടെ USA ആൻഡ് USSR എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ, അതായത് റഷ്യയുടെ പേരാണ്. അതിന്റെ ഫുൾ ഫോം ഇതാണ്: യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. യൂണിയൻ ഓഫ് സോവിയറ്റ്, അത് തന്നെ. അപ്പം പിന്നെ ഞാൻ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇത് തന്നെയാണ്. അപ്പോൾ ഈ പേര് വന്നത് 1922-ലാണ് USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ആ പേര് വന്നത്. അത് 1991 വരെ നീണ്ടു നിന്നു. അതിനുശേഷം നമ്മൾ റഷ്യ എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. 1922-ൽ സ്റ്റാർട്ട് ചെയ്തു, 1991 വരെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് നമ്മൾ റഷ്യ വിളിക്കാനായിട്ട് തുടങ്ങി. 1991-ന് ശേഷം നമ്മൾ റഷ്യ എന്ന് തന്നെയാണ് പറയാൻ തുടങ്ങുന്നത്. 1922 മുതൽ 1991 വരെ. വിപിന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റഷ്യയാണ് നമ്മൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു ഗോർബച്ചി. മനസ്സിലായോ ബിബിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബിബിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കാരണം ഇടയ്ക്കിടയ്ക്കൊന്നും ബിബിനെ കാണാറില്ല. അഭിനന്ദിനെയും ഇടയ്ക്ക് കാണാറില്ല. ബാക്കി കുട്ടികളൊക്കെ ആകെ ഇത്രയല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരുവിധം കയറുന്നതാണ്. ബിബിന് എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഗായത്രി ഉണ്ട്. ഗായത്രി കഴിഞ്ഞ 2 ക്ലാസ്സിലായിരുന്നു തോന്നുന്നു. ബാക്കി എല്ലാ ദിവസവും ഗായത്രി ഉണ്ട്. ഇന്ന് എന്തോ പറഞ്ഞോളൂ. അഭിഷേകും ബിപിനും അവരെന്തെങ്കിലും ഉഴപ്പ് കാണിക്കുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന പണം കേട്ടോ. ഇന്ന് അവർ ഐറ്റഡ് കയറിയ. അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഓൺ ആക്കി വെക്കാൻ പറഞ്ഞു. അവരോട് ഇനി അടുത്ത പ്രാവശ്യം ഓൺ ആക്കിയതിന് പണം കേട്ടോ. ഇതിലെ ചെയ്യാം. കണ്ടോ, അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം എന്റെ ക്ലാസ്സിന് കയറാനാണല്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാ ദിവസവും ബിബിനെ, അഭിഷേക്, നിങ്ങൾ എന്തേനൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ മനഃപൂർവ്വം എന്റെ ക്ലാസ്സിന് കയറാത്താണല്ലേ? എനിക്ക് വിഷമായി. വെറുതെ പറഞ്ഞാണ്. നിങ്ങൾ സത്യം പറയാൻ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ നോക്കണം. നിങ്ങൾ പഠിച്ചാലല്ലേ എവിടെയെങ്കിലും ഒക്കെ എത്താൻ പറ്റുള്ളൂ. ഈ 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിന്റെ തുടക്കമാണ്. ഇവിടെ നല്ലൊരു വിജയം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. വേദയുടെ വീട്ടില് ഇറ്റ്സ് ഓക്കെ. വേദ എനിക്ക് തോന്നുന്നു എങ്ങനെയെങ്കിലുമൊക്കെ വേദ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോളൂ, അത് പ്രശ്നമല്ല. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സിന് കയറാൻ ശ്രമിക്കണം. എൻ്റെ ക്ലാസ് അത്ര നല്ലതാണെന്നും ഞാൻ അവകാശപ്പെടുന്നു. ഒത്തിരിയും പോരായ്മകളുണ്ട്. ഞാൻ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ്. ഞാൻ അത്ര നല്ല ടീച്ചറേ അല്ല, അതെനിക്കറിയാമല്ലോ. എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല. അത് തുറന്ന് സംബന്ധിക്കാൻ എനിക്കൊരു മടിയില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് നെഗറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞാനും ഇത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നിങ്ങളെ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ടീച്ചിങ് ഒട്ടും ഇഷ്ടമല്ലാത്ത പ്രൊഫഷനാണ്. എൻ്റെ വീട്ടിൽ അതിനോട് ഒട്ടും താല്പര്യമില്ലാതെ നടക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ടീച്ചിങ്, ഈ ഒരു ഓപ്പൺ സ്കൂൾ. പിന്നെ ഒരു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റിയും കൂടിയാണല്ലോ. നമുക്ക് വെറുതെ ഇരിക്കുകയാണ്. സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ വലിയ ഇതായിട്ട് കാണിക്കേണ്ട. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറെ അറിവും കിട്ടാം. അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങളെ പോലെ കുറച്ച് മിടുക്കരായിട്ടുള്ള ആൾക്കാരോട്ട് ഇന്ററാക്ട് ചെയ്യാം. ശരിക്കും സാനു അതാരാ? അതാരാണ്? ടീച്ചറെ എന്റെ ഫ്രണ്ടാണ്. ആടാ, അത് മനസ്സിലായി. ഈ കുട്ടി ക്ലാസ്സിലൊക്കെ കയറുന്നതാണ്. എനിക്കാണെങ്കിൽ ചിലരുടെ പേര് നല്ല കൺഫ്യൂഷൻ ആണ് ഇപ്പോഴും. ആദ്യമായിട്ടാണ്, അപ്പൊ കേറി നോക്കാൻ പറഞ്ഞതാണ്. ആടാ, ആദ്യമായിട്ട് കയറുന്നവർക്ക് ചിലപ്പം കുറച്ച്, കാരണം നിങ്ങളിത് വിക്ടേഴ്സിൽ കാണുന്നതല്ലേ, ആ ടീച്ചേഴ്സ് അടിപൊളിയായിട്ട് പഠിപ്പിക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നത് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. പിന്നെ മാക്സിമം കയറും. കാരണം ഹിസ്റ്ററി നമ്മൾ വിചാരിക്കുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് മറന്നു പോകും പ്രോപ്പറായിട്ട് വായിച്ചില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോളജ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ഇടയ്ക്ക് ഒന്ന് കയറിയാലും മതി. അതുകൊണ്ട് ബിബിന് അടുത്ത ദിവസം മുതൽ പറ്റുമെങ്കിൽ എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെക്കാൻ ശ്രമിക്കണം. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിരുന്നാൽ മതി. ഞാൻ വീഡിയോ ഓൺ ആക്കാത്തതിന്റെ പ്രശ്നം കാരണം എനിക്ക് ഇന്നും കൂടി ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഓൺ ആക്കിയാണ് സെമിനാർ ചെയ്തത്. ഞാൻ വീഡിയോ ഓൺ ആക്കുമ്പോൾ ഞാൻ പറയുന്ന അവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഹലോ കേൾക്കുന്നുണ്ടോ, ഇത് തന്നെയായിരുന്നു എനിക്ക് പണി. സെമിനാറിന്റെ പകുതി റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. ആ പകുതി പോർഷൻ ഞാൻ ഇങ്ങനെ കേൾക്കാവോ, അമ്മൈ ഓഡിബിൾ, റൈറ്റ് ഇങ്ങനെ തന്നെ പറഞ്ഞു. ആകെ കോമഡി ആയിട്ട് എനിക്ക് തന്നെ ദേഷ്യം വന്ന് ആ ഒരു പറയാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും കൂടെ പോയി. അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ ഓൺ ആക്കി പഠിപ്പിക്കാനാണ് ഇഷ്ടം. പക്ഷേ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന വോയിസ് ക്രാഷ് ആവും. അതുകൊണ്ട് മാത്രമാണ്.
ഇറ്റ്സ് ഓക്കെ, മൃദുല പൊക്കോ. അപ്പോ പെട്ടെന്ന് ഇനി യൂണിപോളാർ വേൾഡ്, അമേരിക്കൻ ഡോമിനൻസ്, ആ ഒരു സെക്ഷനൂടെ നോക്കാം. അമേരിക്ക എമർജ് ആസ് എ ഗ്ലോബൽ പവർ ആൻഡ് സെന്റർ ഓഫ് വേൾഡ് പൊളിറ്റിക്സ് ഫോളോയിങ് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി അമേരിക്ക ഒരു ഗ്ലോബൽ പവറായിട്ട് മാറി. ആരും നിയന്ത്രിക്കാനില്ല. അപ്പൊ പൊളിറ്റിക്സിന്റെ ഒക്കെ സെന്റർ അതായിട്ട് മാറി. ഇതിനെയാണ് യൂണിപോളാർ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. ഏകധ്രുവം എന്ന് പറയും, ഏകധ്രുവ ലോകം എന്ന് പറയും. അപ്പൊ അമേരിക്ക മാത്രമാണ് ഇപ്പോൾ ഏറ്റവും ഗ്ലോബലി നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. കാരണം ഇക്കണോമിക്കലി എല്ലാവരും നമ്പർ 1 ആണ്. ഇപ്പൊ ഇനി അമേരിക്കക്കെതിരെ നിൽക്കാൻ ഇപ്പോൾ ആരുമില്ല. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, പക്ഷെ സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയി. Several strategies were adopted by America to establish its dominance over the world. അപ്പം ഒരുപാട് കാര്യങ്ങൾ അമേരിക്കൻസ് അഡോപ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് സ്ട്രാറ്റജീസ് അവർ കൊണ്ടുവന്നിരുന്നു ലോകത്ത് മൊത്തം അവരുടെ സ്വാധീനം ഉറപ്പിക്കാനായിട്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂട്ടിലൈസിങ് ഇന്റർനാഷണൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ എന്ത് ചാറ്റ് ബോക്സ് പറയുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, അതാണ്. Utilizing international agencies, America provided financial and military aids to the countries of the world. അപ്പോൾ ഇന്റർനാഷണൽ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ചിട്ട് അമേരിക്ക ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ മിലിറ്ററി എയ്ഡ്സ്, സൈനികരെയൊക്കെ കൊടുത്ത് ഒരുപാട് സഹായിച്ചു. എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസ്, അവർ ഒരുപാട് സൈനിക സഖ്യങ്ങളെയൊക്കെ ഉണ്ടാക്കി. മീഡിയ വെയർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കൻസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ എല്ലാവരെയും കാണിക്കാനായിട്ട് മീഡിയ വഴിയൊക്കെ ഞങ്ങളാണ് വലിയ ആൾക്കാരെന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ ഇൻട്രസ്റ്റ് കാണിക്കാനായിട്ട് മീഡിയയും മറ്റും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇറ്റ് വാസ് അമേരിക്കൻസ് ഇമ്പീരിയലിസ്റ്റ് പോളിസി ദാറ്റ് പേവ് ദ വേ ഫോർ ഗൾഫ് വാർ. അപ്പോൾ അമേരിക്കയുടെ ഈ ഒരു സാമ്രാജ്യത്വപരമായിട്ടുള്ള ഈ ഒരു പോളിസീസ് ഒക്കെയാണ് ഞങ്ങളാണ് എല്ലാത്തിനും വലുത്, കാരണം ഇപ്പൊ ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരില്ല എന്നുള്ള ആ ഒരു തോന്നലാണ് ഗൾഫ് വാറിലേക്ക് മറ്റും നയിച്ചത്. അത് കണ്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. America utilized their military facilities and technological progress in these wars. അപ്പം അമേരിക്ക ഒരു 19th സെഞ്ചുറി, നിങ്ങൾക്ക് പഠിക്കാനല്ല, 19th സെഞ്ചുറി ഒക്കെ ആയപ്പോൾ അമേരിക്ക നല്ല പ്രോസ്പെറസ് ആയിട്ടൊരു കൺട്രി ആയിരുന്നു. ആ സമയത്ത് അവിടെ റെയിൽവേയും എഞ്ചിൻസും കാര്യങ്ങളും ഒരുപാട് പ്രോഗ്രസ് ആ സമയത്തുണ്ട്. സയന്റിഫിക് ഇൻവെൻഷൻസ് ആകട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 19th സെഞ്ചുറി ഉണ്ട്. വാൾട്ട് വിറ്റ്മൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അമേരിക്കൻ സ്കോളർ എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ ഉണ്ട്. ആ എസ്സേ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് അമേരിക്കയുടെ നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ തലേന്ന് കളഞ്ഞു, കാരണം ഇനി അത് കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരുപാട് ആ ഒരു സമയത്ത് 19th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമായിരുന്നു അമേരിക്ക. അപ്പോൾ അവർക്ക് നല്ല മിലിറ്ററി ഫോഴ്സസ് ഉണ്ട്, ടെക്നോളജിക്കലി അവർ അഡ്വാൻസ്ഡ് ആണ്. ഇതൊക്കെ അവർ യുദ്ധത്തിനായിട്ട് ഗൾഫ് വാറിന്റെ സമയത്ത് അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. However, movements have taken roots in different parts of the world to protest against the supremacy of America. അങ്ങനെ ഈ അമേരിക്കയുടെ സുപ്രീമസി സഹിക്കാൻ വയ്യാതെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. 5:54 നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ഒത്തിരി ഒന്നുമില്ല. നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഇന്ന് ഈ ചാപ്റ്റർ തീർക്കായിരുന്നു. നിങ്ങളൊന്ന് സഹായിക്കുക, 2 പേജ് കൂടി ഉള്ളൂ, ഒന്ന് സഹായിക്കണം പ്ലീസ്. നമുക്ക് അടുത്ത ക്ലാസ് അപ്പോൾ പുതിയ ചാപ്റ്റർ തുടങ്ങാമല്ലോ. അപ്പോൾ അടുത്തതാണ് നിയോ ഇമ്പീരിയലിസം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു 5 മിനിറ്റ് കൂടെ പെട്ടെന്ന് തീർക്കാം. ഓക്കെ. നിയോ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ നവസാമ്രാജ്യത്വം എന്നാണ് ആ ഒരു ടീമിന്റെ അർത്ഥം. ഓക്കെ. ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ് a new kind of imperialism emerged. അങ്ങനെ 2ാം ലോക മഹായുദ്ധവും കഴിഞ്ഞു, ഒരു പുതിയ ഇമ്പീരിയലിസം, ഒരു സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു പുതിയ രീതിയിൽ വരാനായിട്ട് തുടങ്ങി. മൾട്ടിനാഷണൽ കമ്പനീസ്, അതായത് ബഹുരാഷ്ട്ര കമ്പനികൾ, which are registered in a country and functioning in many countries, began to interfere in the economic, social and cultural sectors of the latter for serving the interest of the capitalist countries. എന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ പോസ്റ്റ് വാർ പീരീഡിന് ശേഷം ഒരുപാട് കമ്പനികൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഈ കമ്പനികൾ ഒരു രാജ്യത്തിലായിരിക്കും രജിസ്റ്റർ ചെയ്ത്. ഇപ്പോൾ സപ്പോസ് അമേരിക്കയെ രജിസ്റ്റർ ചെയ്തിട്ട് മറ്റു പല കൺട്രീസിലോട്ടും അതിന്റെ ഫംഗ്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആയാലും സച്ചിൻ ബെൻസാലും ബെന്നി ബെൻസാലും ഒക്കെ തുടങ്ങി ഫ്ലിപ്കാർട്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും ഭയങ്കര ആക്റ്റീവ് അല്ലേ. അവർ അങ്ങോട്ട് പല നാട്ടിലേക്കും പോകാറുണ്ട്. നമ്മൾ അമേരിക്കയിലുള്ള സാധനങ്ങളെ ഫേസ്ബുക്ക് അമേരിക്ക തുടങ്ങിയ നമ്മളിപ്പോ എല്ലാം ഉപയോഗിക്കുന്നില്ല. അങ്ങനെ പല ഒരു രാഷ്ട്രത്തിൽ തുടങ്ങി അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അതിന്റെ ഫങ്ഷൻസ് ഇങ്ങനെ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഫങ്ഷൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പോൾ അവര് മറ്റുള്ള രാജ്യങ്ങളുടെ എക്കണോമിക് കാര്യത്തിലായാലും അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ കാര്യങ്ങൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആവാൻ അല്ലെങ്കിൽ ഇടപെടാനായിട്ട് തുടങ്ങി. ഇതിനെയാണ് നമ്മൾ നിയോ ഇമ്പീരിയലിസം അഥവാ നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ രാഷ്ട്രങ്ങളായിരുന്നു, ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ആയിരുന്നു. പക്ഷെ ഇപ്പം കമ്പനികളാണ്, ബഹുരാഷ്ട്ര കമ്പനികളാണ് ലോകത്തെ മൊത്തവും നിയന്ത്രിക്കാനായി തുടങ്ങുന്നത്. The multinational companies competed with one another to control the resources and assets of the third world countries. അപ്പം മൂന്നാം ലോക രാജ്യങ്ങളിലെ റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ കൈക്കലാക്കാൻ വേണ്ടി ഈ മൾട്ടിനാഷണൽ കമ്പനീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനായിട്ട് തുടങ്ങി. നേരത്തെ രാജ്യങ്ങളായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പുതുതായിട്ട് വരുന്ന കമ്പനീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഈ റിസോഴ്സസ് വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിക്ക് ഈ റിസോഴ്സസ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനായിട്ട് തുടങ്ങി. They promoted consumerism in third world countries to sell their products. അപ്പം അവര് മൂന്നാം ലോക രാജ്യങ്ങളിൽ എന്താണ് തേർഡ് വേൾഡ് കൺട്രീസ് എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത ക്ലാസ് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ദേ പ്രൊമോട്ടഡ് കൺസ്യൂമറിസം ഇൻ തേർഡ് വേൾഡ് കൺട്രീസ് ടു സെൽ ദെയർ പ്രൊഡക്ട്സ്. അവരുടെ പ്രൊഡക്ട്സ്, ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ആ പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് അവർ തേർഡ് വേൾഡ് കൺട്രീസിനെയാണ് ഉപയോഗിച്ചത്. അവർ വഴിയാണ് അവർ പ്രൊഡക്ട്സ് എല്ലാം വിൽക്കുന്നത്. ഡെവലപ്പിംഗ് നേഷൻസ് വെയർ കൺസിഡേർഡ് ആസ് ദ മാർക്കറ്റ് ഫോർ ദ മൾട്ടിനാഷണൽ കമ്പനീസ്. ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസ്വര രാജ്യങ്ങൾ കേട്ടോ, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രം. ആ സമയത്ത് നമ്മുടെ ഇന്ത്യയൊക്കെ ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, നമ്മൾ ഡെവലപ്ഡ് അല്ല. ഡെവലപ്പിംഗ് നേഷൻസിനെ അവരുടെ മാർക്കറ്റായിട്ട്, മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ മാർക്കറ്റായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതെന്താണ് കാരണം? ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി പോരായ്മകളും ഉണ്ടല്ലോ. ഇപ്പം പോവർട്ടി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ കർഷക, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് കാണും. അപ്പൊ അതിനെയൊക്കെ ഇങ്ങനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ അവിടെ മാർക്കറ്റ് ഒക്കെ തുടങ്ങുന്നത്. അവിടെ അതുവഴിയാണ് മൾട്ടിനാഷണൽ കമ്പനീസ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വികസ്വര രാജ്യം, അതായത് ഡെവലപ്ഡ് കൺട്രീസിൽ അവരൊന്നും ചെയ്യാൻ പോയില്ല. ഡെവലപ്പിംഗ് കൺട്രീസ് വഴിയാണ് അവർ മാർക്കറ്റ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. In fact, the products of the developed nations started reaching even the villages of developing nation. അങ്ങനെ ഡെവലപ്ഡ് നേഷൻസിന് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആര് വഴി? ഈ ഒരു ബഹുരാഷ്ട്ര കമ്പനികൾ വഴി ഡെവലപ്പിംഗ് നേഷൻസിലെ വില്ലേജിലോട്ട്, ഈവൻ വില്ലേജുകളിൽ പോലും എത്താനായിട്ട് തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അമേരിക്ക ഒരു ഡെവലപ്ഡ് നേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഡക്ട്സ് ഈ ബഹുരാഷ്ട്ര കമ്പനികൾ വഴി, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഇവിടുത്തെ ചില ലോക്കൽ വില്ലേജസ് വരെ എത്താനായിട്ട് തുടങ്ങി. Due to this pressure from multinational products and marketing strategies, the economy of many countries started to collapse. ശരിയാണ്. അങ്ങനെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ വഴി നമ്മുടെ ഇപ്പം ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ അവിടുത്തെ ഇക്കണോമി തകരാറായിട്ട് തുടങ്ങി. കാരണം അവിടെ കർഷകരായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന, കൈത്തൊഴിലാളികളുണ്ട്. എല്ലാം പുറത്തുള്ള രാഷ്ട്രത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയുണ്ടോ? അവിടെ അൺഎംപ്ലോയ്മെന്റ് വരില്ലേ? അപ്പോൾ പതുക്കെ ആ രാഷ്ട്രത്തിന്റെ ഇക്കണോമിക് സിസ്റ്റം തന്നെ തകരാറിലാവാനായിട്ട് തുടങ്ങി. തീരുമല്ലോ, 5:59 പെട്ടെന്ന് തീർക്കാൻ നോക്കാം. അടുത്തത് ന്യൂ ഇക്കണോമിക് പോളിസി. 3 ടേംസ് ആണ്: ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. 3 കോൺസെപ്റ്റ് ആണ്. ഇമ്പീരിയലിസത്തിന്റെ, അതായത് നിയോ ഇമ്പീരിയലിസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന 3 ടേംസ് ആണ്: ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് adoption of liberal regulations and taxation system to facilitate the import of multinational products to domestic markets. അപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികൾ ഉണ്ടല്ലോ, അവരുടെ ഉൽപ്പന്നങ്ങൾക്കും അല്ലെങ്കിൽ ഫിനാൻസിനും കാര്യങ്ങൾക്കും ഒന്നും നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനും അല്ലെങ്കിൽ കടന്നു വരാനായിട്ട് നമുക്കിവിടെ കൊണ്ട് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഇത്രയും മതി. കാരണം ഈ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഈ കാര്യങ്ങൾ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരേണ്ടതാണ്. നിങ്ങൾക്ക് ഇപ്പം കുറച്ച് പോയിന്റ്സ് മാത്രമല്ലേ തന്നിട്ടുള്ളൂ, പക്ഷെ അത് എനിക്ക് അങ്ങനെ പറഞ്ഞുതരാൻ എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നറിയാം, നിങ്ങളുടെ ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ കാണിക്കുന്നതേ ഒരു മണ്ടത്തരമാണ്. ബോക്സിനകത്ത് ആക്കുമ്പോൾ നിങ്ങൾ കുട്ടികൾ വായിക്കില്ല. അത് ഒരു വലിയ മണ്ടത്തരം തന്നെ ഈ ബോക്സിനകത്ത് കാര്യങ്ങൾ കൊടുക്കുന്നത്. അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം, എന്നിട്ട് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. അതായിരിക്കും നല്ലത്. അപ്പൊ ഇതുവരെ പഠിപ്പിച്ചത് എന്തെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? 6 മണി ആയതേ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടം വരെയാണ്. നിയോ ഇമ്പീരിയലിസം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, കാരണം എനിക്കത് തൃപ്തിയായില്ല ഞാൻ പറഞ്ഞു തന്നത്. അതുകൊണ്ട് നിയോ ഇമ്പീരിയലിസവും ഈ ന്യൂ എക്കണോമിക് പോളിസി അടുത്ത ക്ലാസ് എടുക്കാം. അത് ആദ്യമേ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു തീർക്കാൻ പറ്റുന്നു, പക്ഷെ എനിക്ക് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ കിടക്കുന്ന കണ്ടിട്ട് അങ്ങോട്ട് ഒരു തൃപ്തികരമല്ല. ഇതെങ്ങനെ പറഞ്ഞു തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് അങ്ങനെ എളുപ്പം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നില്ല ഗ്ലോബലൈസേഷൻ. പിന്നെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മിടുക്കരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ വേറെ ആർക്കെങ്കിലും? ബിബിനെ എന്താ പറ്റി? എന്താ ക്ലാസ്സിന് കയറാത്ത ബിബിനെ? ഇല്ല, സംശയമില്ല.
സംശയമില്ല, അത് ഓക്കെ. ബിബിൻ എന്താ ക്ലാസ്സിലൊന്നും നിങ്ങൾ കയറാത്ത? നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമല്ലേ? തുറന്നു പറഞ്ഞു, ഒരു പ്രശ്നമില്ല മക്കളെ. പിന്നെന്ത് പറ്റി? ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളത്, അത് ആദ്യം നെറ്റിണ്ടായിരുന്നു. പിന്നെന്താ ഇപ്പൊ ഫാദർ വന്നിട്ട് അങ്ങനെ പറഞ്ഞേ? ഇറ്റ്സ് ഓക്കെ, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അടുപ്പിച്ചടുപ്പിച്ച് കയറല്ല. ഞാൻ ഒരു ദിവസം നിങ്ങളുടെ ഓപ്പൺ സ്കൂളിൽ ഒരു വോളണ്ടിയറോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതുകൊണ്ടാണോ നിങ്ങൾ കയറാത്തതെന്ന് ചോദിക്കുകയും ചെയ്തു. ഓക്കെ, നിങ്ങൾ അടുത്ത ക്ലാസ് എന്തെങ്കിലും സംശയം? അവരടുത്ത ക്ലാസ്സോട് ശരിയാക്കിക്കോളത് ഒരു പ്രാവശ്യം എക്സെപ്ഷൻ കൊടുക്ക്. ഇതുവരെ വേറൊരാളായിരുന്നല്ലോ ഓപ്പൺ സ്കൂളിലെ വോളണ്ടിയർ. ഫെബീനായിരുന്നു. അപ്പൊ ഇപ്പൊ ആരാ? ചേട്ടനാണോ? നവീനാണ്. ആഹാ, ശനി. അപ്പൊ ഇതുവരെ കമന്റ് ചെയ്തോ? ഞാൻ വിചാരിച്ചു ഫെബിന പറഞ്ഞ കുട്ടിയായിരുന്നു. ആണോ? അപ്പൊ ഓക്കെ, അടുത്ത നിങ്ങൾ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കില്ല. നമുക്ക് മാക്സിമം വൃത്തിയായിട്ട് പഠിക്കാൻ നോക്കാം. നിങ്ങൾ SSLC ആണ്, പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഒരുവിധ ഹിസ്റ്ററി വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാം. ആണല്ലേ? ഞാൻ വിചാരിച്ചു ഫെബിനെയാണെന്ന്. തെറ്റ് പറ്റിപ്പോയി. ഓക്കെ, അപ്പോ അടുത്ത ദിവസം കാണാം. ഫെബിന ഉണ്ടല്ലേ? ഓക്കെ, അപ്പോ എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.